പുരേശ്വര ഓം നമോ ഭഗവതേ പാമ്പാട്ടിക്കുളങ്ങര ദുർഗേ തറയ്ക്കലമ്മേ സാഷ്ടാംഗം സാഷ്ടാംഗം അമ്മ ദൈവങ്ങളെ മുക്തിപ്രാണായ സർവം ശിവം പൂർണ്ണരൂപം പൂജ്യ ശ്രീ രാമചന്ദ്ര നമോസ്തുതേ നമോസ്തുതേ നമോസ്തുതേ. കുറവിലങ്ങാട് തേമാൻ നാടകമേള പാലാ KCYM എന്നീ സംഘടനകൾ സംഘടിപ്പിച്ച അഖില കേരള പ്രൊഫഷണൽ നാടകോത്സവത്തിൽ നവധാരയുടെ വിട്ടുവിശേഷത്തിന് ഏറ്റവും നല്ല നാടകം, ഏറ്റവും നല്ല ജനപ്രീതിയുള്ള നാടകം, നല്ല രചനയും സംവിധാനവും, നല്ല നടൻ, നല്ല നടി, നല്ല ഹാസ്യനടൻ, നല്ല ദീപസംവിധാനം എന്നീ ഇനങ്ങളിലായി 21 പരം അവാർഡുകൾ കരസ്ഥമാക്കിയ സന്തോഷപൂർവ്വം അറിയിച്ചുകൊണ്ട് അടുത്ത പെണ്ണ് നാടകം ആരംഭിക്കും. പ്രിയമുള്ളവരെ, നവധാര നാടകം ആരംഭിക്കുന്നു. വീട്ടുവിശേഷം. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം പോയ വർഷം അരി വാങ്ങിയതിനേക്കാൾ 4 ഇരട്ടി പണമാണ് മദ്യത്തിനു വേണ്ടി ചെലവഴിച്ചത്. 13 വയസ്സ് മുതൽ മദ്യം ചുണ്ടോടടിപ്പിക്കുന്ന മലയാളി. ഓർക്കുക, ലഹരിയിൽ മുങ്ങി മത്തുപിടിച്ച് മയങ്ങുന്നവന് കീറത്തുണി ഉടുക്കേണ്ടി വരും. അവൻ്റെ വീട്ടിൽ നിന്നും കള്ളനും വേശ്യയും വാടക കൊലയാളിയും ഇറങ്ങി വരും. വീട്ടിലെ വിശേഷങ്ങൾ അങ്ങാടിയിൽ പറഞ്ഞ് രസിക്കാനുള്ള കഥകളാകുമ്പോൾ കുടുംബനാഥൻ തീപിടിച്ച കപ്പലിൻ്റെ കപ്പിത്താനെ പോലെയാണ്. സഭാമധ്യത്തിൽ വിവസ്ത്രനാക്കപ്പെട്ട കോമാളിയെ പോലെയാണ്. കുടുംബം നന്മയുടെ വിളനിലമാവണം, നല്ലവരുടെ കൂട്ടായ്മയാവണം, നല്ല വിശേഷങ്ങളുടെ ഉറവിടമാകണം. എക്കാലവും കുടുംബബന്ധങ്ങളുടെ കഥ പറഞ്ഞിട്ടുള്ള നവധാര നിങ്ങളുടെ മുമ്പിൽ സവിനയം കാഴ്ചവെക്കുന്നു. വീട്ടുവിശേഷം. നാടകരചന മാത്യൂസ് കൂനമാവ്. ഗാനങ്ങൾ ചെമ്പഴന്തി ചന്ദ്രബാബു. സംഗീതം സെബി നായരമ്പലം. റെക്കോർഡിംഗ് റോബിൻ CAC കൊച്ചിൻ. രംഗപടം വിജയൻ കടമ്പേരി. ദീപസംവിധാനം ശിവരാജ് പെരുമ്പാവൂർ. സഹസംവിധാനം തോന്നക്കൽ ജയചന്ദ്രൻ. നിർമ്മാണ നിർവഹണം ബാജു അനന്തപുരം. നാടക സംവിധാനം സുരേഷ് ദിവാകര. സ്വഭാവം. ഇറച്ചിപ്പഴക്കാരൻ കള്ളു കുടിക്കും എന്നാ ഇങ്ങനെ ഒരു കുടിയുണ്ടോ? ബോധം മറയുന്ന വരിക എന്റെ കെട്ടിയോന്റെ കുടി. കുടിക്കൂന്ന് എല്ലാവർക്കും അറിയാം. അതിന് ഇങ്ങനെ
പറയട്ടെന്ന് ഇന്നലെ വന്നപ്പോ മുറ്റത്ത് വെളിച്ചമില്ല എന്നും പറഞ്ഞായിരുന്നു പുകില് ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ കറണ്ട് കാശ് നിന്റെ അപ്പൻ അടക്കോടിന്നായി കുടിച്ചു വന്ന എന്റെ തന്തയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ അത് ഞാൻ ഉറക്കം വരില്ല ഉമ്മർത്തോ റാന്തൽ കത്തിച്ച് തൂക്കിയാലെന്താടീന്ന് അതും പറഞ്ഞായിരുന്നു ഇന്നത്തെ തൊഴിൽ കാലിലെ കൂടി ഒരു വെക്കിട്ട് കാണാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട കാലില്ലെങ്കിൽ അവർ ഉണ്ടാക്കിക്കൊള്ളും കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക് തല്ലിക്കെടുത്തിട്ട് ഈ വിളക്ക് കത്തിക്കാൻ ഇവിടെ ആരും ഇല്ലടീന്ന് പറഞ്ഞു തുടങ്ങും ഓ എന്റെ തലവിധി എന്ന് പറഞ്ഞാ മതിയല്ല എന്റെ കർത്താവേ അല്ലെങ്കിൽ കശാപ്പെല്ലാം ദുഷ്ടന്മാരാ ഇങ്ങനെ മേരിമ ഈ മനുഷ്യനെ കിട്ടിയത് ഒന്നും പറയണ്ട ജമീല എന്തോരം നല്ല നല്ല ജോലിക്കാരുടെ ആലോചനകൾ വന്നതാ എനിക്ക് പക്ഷേ മാട്ടുകച്ചി എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ എനിക്ക് വലിയ കൊതിയാടി ദിവസം ഇറച്ചിക്കറി കൂട്ടാലോ എന്ന് വിചാരിച്ച് പറ്റിപ്പോയതാ മോള് പാത്തുമാന്റെ മോൾ സഹീർ ജയിലിൽ നിന്നൊന്നും പറഞ്ഞ പോലെ ആയില്ല ദിവസവും ഇറച്ചിക്കറി കൂട്ടി ചോറുണ്ട് എന്ത് കാര്യം വൈകുന്നേരം കിട്ടുന്ന ഇടിയുടെ കാര്യം ഓർക്കുമ്പോ പടച്ചോനെ കാഴ്ചയില്ല ആവി പോലെ ഓ അടി ഇടിയൊക്കെ ഇവിടെ കാലുകുത്തിയ കാലം മുതൽ എനിക്ക് കിട്ടുന്നതല്ലേ മോളെ കൊണ്ട് അതൊക്കെ എനിക്കൊരു ശീലായിപ്പോയി പക്ഷെ കിട്ടുന്ന കാശ് മുഴുവൻ ഇങ്ങനെ കുടിച്ചു നശിക്കുന്നത് കാണുമ്പോഴാ എന്റെ പുണ്യവച്ച ചങ്ക് പൊടിഞ്ഞു പോവുക ആ നിന്റെ കെട്ടിയാൻ കുടിക്കില്ലല്ലോ നീ ഭാഗ്യോതിയാടി എന്നെ കെട്ടിയോ കുടിക്കത്തില്ല അതിന് വലിയ ദൂഷ്യണ്ടല്ലോ അതെന്താ ഷീറ്റ് കളി ഓ അതാണ് കളിച്ച് കളിച്ച് നാട് മൂലി വരും കടമായി ആ മെരിമ ഇങ്ങളൊരു കാര്യം അറിഞ്ഞാ എന്തേ അപ്പുറത്തെ വീട്ടിലെ ശങ്കരന്റെ മോളില്ലേ അതേത് മോള് STD ബുദ്ധിപ്പോടെ പെണ്ണെ ആ മുടിയിലാത്ത പെണ്ണെ അമ്മേ അമ്മേ ഈ തല കഞ്ഞി തളച്ച് തൂവിപ്പോ അല്ല പിന്നെ അസലായി കാശുള്ള വീട്ടിന്ന് കെട്ടല്ലടാ കെട്ടല്ലടാ 1000 തവണ പറഞ്ഞതാ കേട്ടില്ല ആണും പെണ്ണായിട്ട് ഒന്നല്ലേ എനിക്ക് അവൻ ഈ രംഭയെ തന്നെ മതി ഇപ്പൊ എന്തായി ഞാൻ മനസ്സിൽ കരുതിയ പോലെ തന്നെയായി കുമ്പിട്ട് റേലി എടുക്കില്ല അണിഞ്ഞറിഞ്ഞ് മുറി കയറി TV കണ്ടിട്ടിരിക്കും സമയാസമയത്ത് വെച്ച് വേവിക്കാൻ ഞാനടുത്തുണ്ടല്ലോ ഇവിടെ സഖി കിട്ടുന്നെങ്കിലും പറഞ്ഞു പോയാ അപ്പ എടുത്ത് കുത്താൻ തുടങ്ങും എന്ത് മൊബൈല് അവളുടെ കയറി വന്ന വാ തുറക്കുന്നത് കെട്ടിയോനോട് ആ കുന്ത്രാണ്ടത്തോട് അല്ലെങ്കിൽ അവളൊരു പെണ്ണല്ലേ കഞ്ഞി കലർക്കി വെച്ച തൃക്കയിലെ വള ഊരിപ്പോവോ അവളുടെ മുഖത്ത് നോക്കി ചോദിക്കണോന്ന് നിങ്ങൾ ആരെയും പേടിക്കണേ ചോദിക്കുന്നുണ്ട് ഒന്നുമില്ല മോളുടെ കയ്യിലെ വളയുടെ കാര്യം അറിയായിരുന്നു ജമീല നല്ല പേഷന അല്ലേ ജമീല അത് കണ്ടാലറിയാം അഭിലാഷി എന്നാ ഞാനങ്ങോട്ട് അടുക്കളയിൽ ചെല്ലട്ടെ മോളെ മേരിമ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം കാശല്ലേ നാളെ തരും കഴിഞ്ഞ ആഴ്ച വാങ്ങിയതല്ലോ ഓർമ്മയുണ്ടോ കണക്കൊക്കെ കൃത്യമായി അടുക്കളയുടെ ചുവരുമേൽ എഴുതി വെച്ചിട്ടുണ്ട് ആ എഴുതിയാ നിനക്ക് തന്നു ചുമ്മാ അല്ലല്ലോ പലിശ എണ്ണി കൊടുത്തിട്ടല്ലേ അല്ലേ ഷെള്ളിമോളെ ബാബുവിന് പഴയ സ്നേഹമൊന്നുമില്ലല്ലേ എന്താ എന്താ നീ പറഞ്ഞേ ഒന്നുമില്ല നിന്റെ കയ്യിൽ എന്താ ഒരു പൊതി കോഴിമുട്ട കാരിക്കൊന്നും കിട്ടിയില്ലെന്ന് എന്നാ പിന്നെ നിന്ന് നേരം കളയണ്ട കൊണ്ടുപോയി പൊരിച്ചു കൊടു യൂസ്ലെസ് അല്ലോ എവളാരും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയെന്നോ ഹോറിയോ ഹലോ എന്താണ് ഹലോ അയ്യോ മമ്മയല്ല ഇവിടെ പറഞ്ഞതാ എന്നിട്ട് പറ മമ്മ മമ്മ ഇപ്പൊ അവിടെ എന്താ ചെയ്യണേ അയ്യടാ കരിമീനോ ഫ്രൈ എനിക്കറിയാം പറയട്ടെ ക്ലീൻ ചെയ്ത ഫിഷിന്റെ തല വെട്ടിക്കളയണം വേണ്ടേ ഓക്കെ എന്നിട്ട് കത്തി വെച്ച് ക്രോസ് ചെയ്ത് 3 ലൈൻസ് ഇടണം പിന്നെ മസാലയൊക്കെ പുരട്ടി വെച്ച് വെളിച്ചെണ്ണയിൽ ഫ്രൈ കൊതിയാവുന്നു മമ്മ മമ്മ ഒരു 4-5 വർഷം ഇങ്ങോട്ട് കൊടുത്തു വിടണേ പിന്നെ അരമണിക്കൂർ പോരെ ഇങ്ങോട്ട് എത്താൻ പ്ലീസ് മമ്മ ഓക്കെ നായിന്റെ മോനെ ഇത് അകത്തേക്കിട്ട് പൊട്ടിക്കാൻ അറിയാഞ്ഞിട്ടല്ല മേലാൽ എന്റെ ഏരിയ കയറി കളിച്ചിട്ടുണ്ടല്ലോ കാളിഞ്ഞോ വെട്ടിയെടുക്കാം ബാബു എന്താ ഒന്നുമില്ല എന്താന്ന് പറയേ ആരാണ് കൈ മുറിഞ്ഞിട്ടുണ്ടല്ലോ ഒന്നുമില്ല നീ വെറുതെ ബഹളം ഉണ്ടാക്കല്ലേ എന്താ അവിടെ നമ്മുടെ മുറ്റത്തേക്ക് എറിഞ്ഞ് പൊട്ടിച്ചത് അത് പറയാതെ ഞാൻ വിടില്ല അത് ശരിയൊരു നാടൻ ബോംബാ ബോംബോ എന്താ നിങ്ങൾ തമ്മില് നീയൊന്ന് അടങ്ങി ഷെർലി ഇന്ന് എന്റെ വീട്ടുമുറ്റത്ത് വീണെങ്കിൽ നാളെ അവന്റെ കിടക്കപ്പായ വീണ് പൊട്ടും അത്രയേ ഉള്ളൂ നീ ഇന്നും കുടിച്ചിട്ടുണ്ടല്ലേ ബാബു ക്ഷമക്കൊരതിരുണ്ട് എനിക്ക് ഇതിന്റെ സ്മെൽ തീരെ ഇഷ്ടമില്ലെന്ന് നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ ദേ ഇനി ദിവസം ഒന്നിന്റെ അപ്പനപ്പനെ കുടിച്ചോണ്ട് വന്നാ ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞേക്കാം സോറി നാളെ തുടങ്ങി ഞാൻ ഈ സാധനം കൈകൊണ്ട് കൊടുത്തില്ല എന്താ പോരെ അത്രക്കാർക്കോടൊന്നും വേണ്ട വല്ലപ്പോഴും ഒക്കെ ആവാം ഒരു രസത്തിന് മാത്രം അല്ലാതെ വീട്ടുമുറ്റത്തേക്ക്
ഓക്കെ ഓക്കെ ഓക്കെ, ഒരബദ്ധം ആർക്കും പറ്റും. ആ, നീ മുറിയിൽ എന്തെങ്കിലും വെച്ചിട്ട് ചോര നിൽക്കണില്ല. എന്താ എന്താണ് ശബ്ദം കേട്ടത്? എന്താടാ ബാബു? ഒന്നുമില്ലമ്മേ, എന്റെ 2-3 കൂട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു. അവർ പടക്കം പൊട്ടിച്ചതാ. പടക്കം? അവർ ഈ മുറ്റത്തൊന്ന് പടക്കം പൊട്ടിച്ചെന്തിനാ? അയ്യോ, ചോരയുണ്ടല്ല. ഇതൊന്ന് പറ്റുമല്ലേ ബാബു? എന്റെ ദൈവമേ, ബാബു! ചോദിച്ചാലും സമാധാനം പറയിപ്പിക്കൂല. പിടിച്ചു വെച്ചുകൊണ്ട് പോകുന്നത് കണ്ടില്ലേ? തലയിലും താഴ്ത്തും വെക്കാതെ പോറ്റി വളർത്തിയ പൊന്നു മോന. കൂമ്പ് മാറ്റിക്കടയിലാണ് യക്ഷി. എന്താ അവിടെ ഒരു ശബ്ദം കേട്ടേ? അതെ, ആകാശത്തുനിന്ന് ഒരു ആനമുട്ട വീണ് പൊട്ടിയതാ. പിന്നേരെ പറയുന്നിരിക്കുന്നു. വന്നല്ലോ വനമാല. അണകളെ കണ്ട് താമസിച്ച് മനസ്സിലായ താളം വേണം. താളമില്ലാത്തവ ചവിട്ടരുത്. അതിന് നിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എടാ, ഞാനൊരു സത്യക്രിസ്ത്യാനിയാണെങ്കിലും ഈ നാടുപാട്ട് അതിന്റെ ഒരു ഹോബിയാ. ഒന്നമ്പള്ളി പള്ളിപ്പാട് ചേരൂടുപാട് മകിലാട്ടം, ഒന്നമയില് കണ്ടാട്ടുമ്പോൾ പിള്ള മകില് പൂനാട്ടം. ഇതൊന്നും നിനക്ക് പറ്റില്ല രാജപ്പ. മതി 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 മതി. നിങ്ങൾ ക്രിസ്ത്യാനികൾ ചവിട്ടി മരിക്കി, അതിന് ഞാനെന്ത് വേണം? നീ എന്ത് വേണോ? പോയി തൂങ്ങിച്ചാകട. തർക്കുത്തരം പറഞ്ഞല്ലോ അടി. അത് പോട്ടെ, ഒരാൾ നിൽക്കുന്ന പോകാനുള്ള വഴി ഒതുക്കി. ഇവിടുത്തെ ആരാന്റെ മുറ്റത്ത് കിടന്ന് തമ്മിത്തല്ലാതെ ഞാൻ ചോദിക്കില്ല. തലയിരിക്കുമ്പോ വാലാട്ടരുതെന്ന് 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അപ്പുണ്ണി ഭാഷ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ നിനക്ക് വാലുണ്ടായിരുന്നു അല്ലേടാ? എന്തുകൊണ്ട് നീ എന്നോട് നേരത്തെ പറഞ്ഞില്ല? ബോധമുണ്ടാ നിനക്ക്? വെളിമുണ്ടോടെ കരുത നിനക്ക്? എനിക്ക് ബോധമില്ല, വെളിവില്ല, എനിക്ക് വഴി തെറ്റിട്ടില്ല. കാണുന്ന വളവ് തിരിഞ്ഞാൽ ഇടത്തോട്ട് കാണുന്ന വീടാണ് ആശാന്റെ വീട്. സംശയത്തൊക്കെ ചോദിച്ചു നോക്ക്, തന്നെ ചോദിച്ചു നോക്ക്. ചോദിക്കും, ഞാൻ ചോദിക്കും. നിന്റെ കാലം കഴിഞ്ഞാലും എനിക്ക് വീട്ടിലെത്തണമല്ല. വല്യമ്മച്ചി, എന്റെ ദൈവമേ, വല്യമ്മച്ചോ, എഴുതില്ല, ഭയങ്കര അതിന് വേണ്ട. നാത്തൂനെ, നാത്തൂ, ഈ വർഗീമാപ്പിള്ള വീട്ടിലേക്കുള്ള വഴി തന്നെയാണ്. അല്ല, ഈ പരിസരത്തെ കണ്ടെന്നറിയാം. മനസ്സിലായില്ലേ? വർഗീ കളവർക്കി നിന്റെ തന്ത തരാം. മൊത്തമായി നിനക്ക് ഞാൻ വെച്ചുണ്ട് തരാം. കേട്ടോ പെങ്ങളെ? കുടിച്ചു കുടിച്ച് ഞാൻ കണ്ണു കാണാണ്ടായോ? വീടും കൂടി സ്വന്തം ഭാര്യനെ പോലും തിരിച്ചറിയാൻ പറ്റാണ്ടായല്ലോ എന്റെ കർത്താവേ. ഇറക്കി വെച്ച വിധി ഇതാണല്ലോ എന്റെ ദൈവമേ. വഴി ചോദിച്ചിട്ട് പെണ്ണുമ്പിള്ള നിലവിളിക്കുന്നത് എന്തിനാണ്? ഏതിട്ട് പെണ്ണുമ്പിള്ള? അതിന് എന്റെ ആശ വഴി വിട്ടൊന്നും ചോദിച്ചില്ലല്ലോ, പിന്നെന്താ പ്രശ്നം? ആശാനെ, ഇത് നമ്മുടെ ഭാര്യയല്ലേ? നമ്മുടെ ഭാര്യ? ആശാന്റെ ഭാര്യ. ഭാര്യ ആശാൻ, ആശാൻ ഭാര്യ, ഭാര്യ ആശാൻ. ആശാന്റെ ഭാര്യ നമ്മുടെ ഭാര്യ. ഞാനെന്തിനു പറ്റില്ല? നിനക്ക് വീട്ടിൽ പിടിച്ച് എന്താടി കാര്യം? നിനക്ക് വീട്ടിൽ പണിതില്ലേടി? എടി, ഞാൻ ചന്തയിൽ പോയ നീ എന്തിനാടി ആരാന്റെ വിട്ട് നിറങ്ങണേ? ദൈവമേ, ആശാനെ, ഇത് നമ്മുടെ വീട്. ആ പോയത് നമ്മുടെ അല്ല, ആശാന്റെ ഭാര്യ. എന്ത് വേണേലും ആയിക്കോ. ഇതോടെ ഇന്നത്തെ എന്റെ എല്ലാ കർത്തവ്യവും തീർന്നു. ഞാൻ പോണു, എന്നാ പിടിച്ചോ. പോകാൻ വരട്ടെ. പോണില്ല. പള്ളി സ്കൂൾ ഹെഡ്മാസ്റ്റർ വീട്ടിലേക്ക് നീയല്ലേ ഇറച്ചിമതി കൊണ്ടുപോയി കൊടുത്തത്? അതെ. എന്നിട്ട് ഉച്ചയായപ്പോ ബുദ്ധി തിരികെ കൊണ്ടു തന്നെ എന്നോട് അക്ഷരം പറയാതെ പോയത് എന്താ കാര്യം? ഞാൻ കൊടുത്തത് ഇറച്ചിയാണെന്ന് അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അങ്ങനെ എനിക്ക് ആ കാര്യത്തിൽ അയാൾക്ക് എന്നോട് പറഞ്ഞ. ചിലരെങ്ങനെ ഈ കച്ചറകളുടെ മുഖത്ത് നോക്കി ഒന്നും മിണ്ടില്ല. കച്ചറ നിന്റെ അച്ഛൻ വർഗി മിണ്ടാപ്രാണികളെ കൊന്ന് ആ ഇറച്ചി വിട്ട് ജീവിക്കുന്നവനാ.
ഒരുത്തിനും പറ്റിച്ച കാലെണ്ണ പോലും വർക്കിക്ക് വേണ്ട. കച്ചപ്പെടുത്തി കപടത്ത് കാട്ടാൻ പാടില്ല. വിൽക്കുന്ന സാധനത്തെയും മായം ചേർത്ത് സന്തതി പരമ്പരകളായിട്ട് ഇത് അനുഭവിക്കും. പട്ടിക്ക് കൊടുക്കണ ചപ്പും ചവറും പട്ടിക്ക് കൊടുക്കുക. അത് കുട്ടികളെ പഠിപ്പിക്കുന്ന മാഷിക്ക് കൊടുത്താലുണ്ടല്ല. വല്ല കാര്യം ഉണ്ടായിരുന്നു. ചാട്ട കൊടുത്ത് അടി മേടിക്കാന്ന് പറഞ്ഞ ഇതാണ്. അപ്പൊ ആശാനെ, ഇതോടെ ഇന്നത്തെ എനിക്കുള്ള എല്ലാ കോട്ടയും തീർന്നു. ഞാൻ പോയിക്കോട്ടെ, പിന്നെ കാണാം. എടുത്തേ, നാളെ കാണാം. ഞാൻ പോവാണ്. ഞാൻ പോവാ. ഈ വീട്ടിൽ കരണ്ടുണ്ടോടെ? പിന്നെ എന്തിനാണ് റാന്തൽ കത്തിച്ച് കെട്ടി തൂക്കിട്ടിരിക്കണേ? ഇത് റാന്തൽ കെട്ടത് കൊണ്ടല്ലേ ഞാൻ എന്റെ വീട് മാറിപ്പോയത്. ഇതിലൊഴിക്കാനുള്ള മണ്ണെണ്ണ നിന്റെ അപ്പം കൊണ്ട് തരോടി. നിന്റെ അപ്പനെ തടി പഴക്കൊള്ളിയാലോടി തലയ്ക്ക് മീതെ കെട്ടി തൂക്കാൻ പറടി. അതെ, എന്റെ അപ്പൻ നല്ലോണം കുതാശൊക്കെ സ്വീകരിച്ചെന്നാ മരിച്ചത്. നിങ്ങളപ്പന പേക്കാല വല തൂങ്ങി ആദ്യത് പറഞ്ഞ് നീ എന്റെ അപ്പന് പറയാറായോടി. എടി നിന്റെ ബോട്ട് ഞാനിന്ന് പുറത്തെടുക്കും. കാണാൻ നിൽക്കല്ലേ മതിൽ ചമീല കേറിപ്പോടി. ഒരു ദിവസം ഞാൻ ഈ മതിൽ ചവിട്ടി എന്താ മുണ്ടാണ്ടിരിക്കണേ? എല്ലാ ദിവസവും തല്ലുമ്പോ ഇതൊരു വീടാണ്. അല്ലേടാ ഭവനം. അമ്മക്കെങ്കിലും മിണ്ടാതിരുന്നു. ഇല്ലടാ മക്കളെ, കാലം കുറേ തല്ലു വെള്ളാൻ തുടങ്ങിയിട്ട്. അന്നാ പോയി പെൻഷൻ അപേക്ഷിക്കടി. ഒരു ദിവസം കൈകൊണ്ട് മരിച്ചു വീഴും. കൊതിപ്പിക്കല്ലേ കൊതിപ്പിക്കല്ലേ. ബാബുവോട് നിന്ന് പൊന്നുമോണെന്ന് പുറത്തേക്കൊന്നും പോയില്ലേ? പോയി. ബാറി പോയോ? എന്താടാ കയ്യുമ്മര് വെച്ച് കെട്ടൊക്കെ ബാറി പോയി അടിയുണ്ടാക്കിയോ നീയെ? പറയടാ നായിന്റെ മോനെ. എന്റെ വീട്ടിൽ നിന്നൊരു ഗുണ്ട ഉണ്ടാവണ്ട. ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കൂല. കൊന്നു കളയും. കൊന്നു അറുപ്പ് മാറിയ കയ്യായത് മനസ്സിലായോടാ? ഇനി മുതൽ കൂട്ടുകൂടി കള്ളു കുടിച്ച് എൻ്റെ മോൻ തല്ലിപ്പൊളിയൊന്നും ഉണ്ടാക്കരുത്. ഇന്നൊരടി അടിച്ചത് എന്നായാലും തിരിച്ചു കിട്ടും. എൻ്റെ മോന്റെ മേത്താരയിൽ കൈവെക്കുന്നത് അപ്പന് സഹിക്കൂല. നീ ഒരു അപ്പനാവുമ്പോഴേ അതിന്റെ ദണ്ണം നിനക്ക് മനസ്സിലാവൂ. എൻ്റെ മോന് നൊന്തോടാ. കാശുവെല്ലാം വേണോ? അതെ, കൂട്ടുകൂടി ചീത്തയാവരുത്. ജോലിയും കൂലി ചാത്തോനല്ലേ, കല്യാണവും കഴിച്ചു, ചെലവൊക്കെ കാണും. നീ ഭക്ഷണം കഴിച്ചോ? ഇല്ല. മേരി, എടി മേരി, എടി മറ്റല്ല മേരി, ഇവർക്ക് ഭക്ഷണം കൊടുത്തോട്ട് എരുമേ. ഇല്ല. എല്ലാരും പോയി ഭക്ഷണം കഴിക്കേ. നിങ്ങൾ കഴിക്കുന്നില്ലേ? നിങ്ങൾ കഴിച്ച വർക്കി മാപ്പിളയുടെ വയറ് നിറഞ്ഞു. ചെല്ലട്ടി ഉദിച്ചല്ലോ മതിൽ ജമീല. ഭാര്യനെ മക്കളെയും കുടുംബത്തിലുള്ള എല്ലാവരും ചൊല്ലുവിളി വളർത്തണം. അതൊരു അപ്പന്റെ കടമയാ. ഞാൻ പറഞ്ഞ പോലെ ജീവിച്ചോണം. അനുസരിച്ചില്ല അനുസരിപ്പിക്കും, ശിക്ഷിക്കും.
അതാ വർക്കി കശാപ്പുകാരനാ. പക്ഷേ കള്ളനല്ല, ചട്ടമ്പിയല്ല. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ ഞാൻ ഇതൊന്നും സമ്മതിക്കേല. ആകാശങ്ങളിലിരിക്കുന്ന ബാബാ തമ്പുരാനെ, നീതിമാനായ ഔസേപ്പ് പിതാവേ, നിന്റെ സൃഷ്ടികളായ മൃഗങ്ങളെ കൊന്ന് കുടുംബം പോറ്റുന്നവനാണ്. കൊന്നു തള്ളിയ മിണ്ടാപ്രാണികളുടെ ശാപങ്ങളിൽ നിന്നും കരകയറ്റണേ. ഉറക്കത്തിൽ എന്റെ കഴുത്ത് ചരിക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നും എന്നെ രക്ഷിക്കണേ. കർത്താവേ, ശോഭിച്ചായേ, ഈ ആത്മാവിന് കൂട്ടായിരിക്കണേ, ഈ ആത്മാവിന് കൂട്ടായിരിക്കണേ, ഈ ആത്മാവിന് കൂട്ടായിരിക്കണേ, ഈ ആത്മാവിന് കൂട്ടായിരിക്കണേ. കയറി പിടിച്ച് പിന്നിക്കട്ടെ, കയറി പിടിച്ച് പിന്നിക്കട്ടെ. അവിടെ 2 കിലോ കൊടുക്ക്, 2 കൊടുക്ക്. ചില്ലറതാ ചേച്ചി, ചില്ലറതാ. വേണ്ട, ചില്ലറ വേണ്ട, നിവർ തരാം കിരണേ. സംശയം തോന്നുന്നു. എനിക്കൊരു 1000 രൂപ വേണം. ബാബു, എനിക്കൊരു 500. അമ്മയ്ക്ക് ഇന്ന് എത്ര ഡീറ്റെയിൽ? ആദ്യം കിട്ടില്ല, നീ എടുക്കണം. എന്നാ 300 മതി. 200 കൂടി താടാ. മനുഷ്യന് ആർത്തി പാടില്ല. ചിലരെ കൊണ്ട് പറയും ഉറക്കത്ത് പഞ്ചപാപമാണെന്ന്. ഇത് ഞാൻ ഉറക്കത്തിന് സ്വൈര്യം തരില്ലല്ലോ മാതാവി. ഇങ്ങോട്ട് നീങ്ങി കിടക്കടി മുത്തേ. ഉറക്കത്തില ഇത് വർക്കിയുടെ ഒരു ദിവസം. കൊന്നുതള്ളുന്ന മിണ്ടാപ്രാണികളുടെ ശാപഭീതിയാൽ ചകിതമായ മനസ്സുമായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടുന്നവരുടെ വെറുപ്പും അവഗണനയും ആവോളം ഏറ്റുവാങ്ങി ബുദ്ധിയും മനസ്സും ശരീരവും കാർന്നു തിന്നുന്ന മദ്യമെന്ന മഹാവിപത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ അമർന്ന് ലഹരിയിൽ മുങ്ങിത്താണുപോകുന്ന ജീവിതം. ചായ. കഷ്ടം, കയ്യും കാലം വരച്ചിട്ട് ഒരു ഗ്ലാസ് കൂടി പിടിക്കാൻ പറ്റത്തില്ല. എന്തേ വന്നില്ലേ നിങ്ങളെ കിങ്കരൻ? ആശാന് വെറുമായിട്ട് ചാരാൻ ചെന്നില്ലെങ്കിൽ പറ്റില്ല എന്നറിയാലോ. എന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി? നീ ഒന്ന് വെറുതെ ഇരിക്കണ്ട മേരി. ഇത് അതിന്റെ ഒന്നുമല്ല. വെളുപ്പാന്ന് അടുത്ത് പെടുത്ത് 1-2 പറഞ്ഞ് അതെ കൊള്ളാവുന്ന വീട്ടിൽ നിന്ന് ഒരു പെങ്കൊച്ചു കയറി വന്നിരിക്കണം വീണ. ഇത് അതൊക്കെ ഓർമ്മയുണ്ടോ? കുടുംബകാര്യം ചിന്തിക്കാൻ കുറച്ചല്ലേ സമയം കിട്ടത്തുള്ളൂ. കൈവര മാറാൻ അടിച്ചു കണ്ട പിന്നെ പുലിയായി. പിന്നെ വീടുമില്ല, ഭാര്യയില്ല, മക്കളും ഇല്ല. മേരി, ഇല്ലാവചനം പറഞ്ഞുണ്ടാക്കരുത്. വീടിനോടുള്ള ചിന്തയിലായിട്ടാണോടെ ഞാൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ. ഇവിടെ ഞാനൊരുത്തിന് അധ്വാനിക്കണുണ്ടല്ലേ നിങ്ങൾ 3 പേരും പരിഭക്ഷണം കഴിക്കുന്നേ. അധ്വാനിച്ച് കുറച്ച് കാശുണ്ടാക്കിയ ഒരു വീട് ആർക്കും കെട്ടിപ്പോക്കാം, അതിൽ തിന്നാനുള്ള വകയും നിറക്കാം. പക്ഷേ ഒരു കുടുംബം ഉണ്ടാക്കാൻ പറ്റില്ല. ഇതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. മിണ്ടാ പണികളെ കൊന്നു നിങ്ങളെ
8ാമത്തെ വയസ്സിൽ അപ്പന്റെ കൂടെ ശാപം കെട്ട പണിക്കിറങ്ങിയതാ. ഇന്നേ വരെ അത് തന്നെ ചെയ്തു പോരുന്നതും ഇഷ്ടമുണ്ടായിട്ടല്ല. വേറൊരു പണിമറിയാൻ പാടില്ല. കശാപ്പ് നിർത്തിയാൽ നിങ്ങൾ പട്ടിണിയാവും. അതുകൊണ്ട് മരണം വരെ ഇങ്ങനെ അങ്ങ് പോട്ടെ. നല്ലതെല്ലാം നിനക്കും നിന്റെ മോനും, ശാപങ്ങളെല്ലാം വർക്കിക്ക്. സാരമില്ല, ഒരു പരാതിയില്ല. നീ പറയണ പോലെ ഹൃദയം ഒരു കല്ലാക്കി തരണേ പുണ്യാളച്ചാന്ന് ദിവസവും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അത് കേൾക്കാനും ആരുമില്ല. പള്ളിയും പട്ടക്കാരില്ലാത്ത നിങ്ങൾ വിളിച്ച ഓരോ പുണ്യാളച്ചനെ വിളി കേൾക്കത്തില്ല. ഞാൻ എപ്പോഴാണ് പള്ളിയിൽ പോണേ? ദുഃഖവെള്ളിയാഴ്ച പോലും രൂപമൊത്തി നേർച്ചയിട്ട് കൊണ്ട് ആളുകൾ വരുന്ന ഇറച്ചിക്കടയിലോട്ടാ. ഒരു ഞായറാഴ്ച പോലും വർക്കിക്ക് പള്ളി പോകാൻ പറ്റൂല. അലക്കി തച്ച മുണ്ടും കുപ്പായി കിട്ട് പള്ളിയിലെ കുർബാന കഴിഞ്ഞ് വരുന്നവർക്ക് ഇറച്ചി തയ്യാറാക്കി നിൽക്കേണ്ടവല്ലേ ഞാൻ. ഇറച്ചി പൊതിഞ്ഞു കൊടുക്കുമ്പോഴും അവരുടെ കയ്യിൽ തൊടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. കശാപ്പുകാരന്റെ വിരലിൽ തൊട്ട ആ പാപത്തിന്റെ കറ പറ്റിയാണെന്ന് ഓർത്തിട്ടാ ഇറച്ചിക്കറി മണ്ണാൻ തട്ടിവിടാം. ഇറച്ചി വെട്ടുകാരനെ കണ്ടൂടാ. എന്തിനാ? നമ്മുടെ പൊന്നുമോൻ പോലും സ്നേഹത്തോട് അപ്പന്റെ മുഖത്തേക്ക് നോക്കിയ കാലം മറന്നു. കൊതിയ എനിക്ക്. മേരി, അപ്പനെ സ്നേഹിക്കാൻ മക്കളെ പഠിപ്പിക്കേണ്ടത് അമ്മയാ. വളർന്ന് തന്നോളമാകുമ്പോ അവരെ കൂട്ടുപിടിച്ച് തന്നമാരെ ഒറ്റപ്പെടുത്തരുത്. തളർന്ന് വീഴും വരെ അധ്വാനിച്ചോളാം. ആരോടും ഒരു പ്രശ്നത്തിന് വരുന്നില്ല. ഇച്ചിരി കള്ളു കുടിക്കുമെന്നും പറഞ്ഞ് നീയും മോനും എന്നെ ഒറ്റപ്പെടുത്തരുത്. അത് മാത്രം എനിക്ക് സഹിക്കൂല. ആരും ഒറ്റപ്പെടുത്തൊന്നുമില്ല. സ്നേഹം ഉണ്ടെന്ന് മറ്റുള്ളവർ കൂടി ബോധ്യപ്പെടണം. എന്നെങ്കിലും തിരിച്ചു കിട്ടത്തുള്ളൂ. അതെങ്ങനെയാ? അതിന് ഈ ദേഹത്ത് കയറിയ ബാധ സമ്മതിക്കില്ല. ആ ബാധ എന്ന് നിങ്ങളെ വിട്ടുപോന്നു അന്നേ നിങ്ങൾ നന്നാവത്തുള്ളൂ. നീ എവിടെ പോയി കിടക്കണ കഴുതേ? അതിന് ബാറിന്റെ കിളിവാതിൽ തുറക്കണ്ടേ? ആശാനെ, ഏടത്ത് ഏത് രാധയുടെ കാര്യമാണ് പറഞ്ഞത്? രാധ? ഏത് രാധ? ആശാന്റെ ദേഹത്ത് കയറിയിരിക്കണ രാധ വിട്ടുപോയാലേ ആശാൻ രക്ഷപ്പെടുള്ളൂ എന്ന് നേരത്തെ പറഞ്ഞില്ലേ? ആ രാധയുടെ കാര്യമാണ് ചോദിച്ചത്. കൊച്ചു കള്ള, വയസ്സാം കാലത്ത് പ്രേമോ. കല്യാണം കഴിക്കാത്ത യുവ കോമളനായി ഞാനിവിടെ പഞ്ചായത്ത് നിറഞ്ഞു നിന്നിട്ട് പെണ്ണ് പോയിട്ട് ഒരു പെൺപട്ടി പോലും തിരിഞ്ഞു നോക്കുന്നില്ല. മതം മാറ്റത്തിനോ രണ്ടാം കെട്ടിനോ എന്തിനും ഞാൻ തയ്യാറാണ്. ഇവിടെ കാട്ടാളിനെ പോലെ എനിക്ക് ആശാനെ പ്രേമിക്കാൻ ആളുണ്ട്. ഈശ്വരാ, ഇതെന്തൊരു വിധി. ആശാനെ സത്യം പറ, ഏതാണ് ഈ രാധ? രാധ നിന്റെ അമ്മയുടെ അനിയത്തി. ഒന്ന് പൊട്ടിക്കടാ. വെള്ളം ചേർത്ത് കഴിക്കുക ആശാനെ. അയ്യോ, ആശാനെ വെള്ളം ചേർത്ത് കഴിക്കണം, ഇല്ലെങ്കിൽ ചങ്ക് വാടി പോകും. ആശാന്റെ ചങ്ക് പാടിയാലും പിളർന്നാലും ഇവിടെ ആർക്കാടാ ചെയ്തത്? ആട്ടെ, ചന്ദനമണി ഇവിടെ വരെ. ചന്തത്തിൽ 2 എണ്ണത്തിനെ കുളിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആശാൻ വന്നാ മതി തുടങ്ങാം. പണ്ടാരടങ്ങാനായിട്ട് ഇവിടുത്തെ വ്യവസായികളിൽ നിനക്ക് കത്തി വെച്ചാലെന്താ? ശാപം കിട്ട പടിയല്ല ആശാന് വെച്ചേക്കും. ആശാൻ എന്താണ് ഈ പറയുന്നത്? ഒരു മൂരിനറുകളുടെ മനക്കെട്ടി എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ വിധവനായിട്ട് നിൽക്കുമായിരുന്നോ? കല്യാണം കഴിക്കാൻ മനക്കെട്ടിയല്ലടാ വേണ്ടത്. മനസ്സിലായി? തൊലിക്കെട്ടി അല്ല, ഭാഗ്യമാ. നമ്മളെ സ്നേഹിച്ച് നമ്മുടെ ദുഃഖത്തിലും ദുരിതത്തിലും താങ്ങായി നിൽക്കുന്ന ഒരാളെ കൂട്ടായി കിട്ടണമെങ്കിൽ ഭാഗ്യം വേണം. അതിൽ ഓട്ടിലിരിക്കുന്ന പോലെയാ. മേരി, മേരിയേ, ധനകാര്യം നിന്റെ കയ്യിലല്ലേ? എന്താന്ന് വെച്ചാ ചെയ്യേ. എവിടെ പോയത്? 1500 ഉറുപ്പിയെ ഇതുകൊണ്ട് എന്താക്കാനാ? പലവ്യഞ്ജനം വാങ്ങണം, പാലുകാരന് കൊടുക്കണം. ദേ, സഹകരണ ബാങ്കിൽ നോട്ടീസ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ജമീലോട് കടം വാങ്ങിയിട്ടാ കറണ്ട് കാശ് അടിച്ചത്. അത് ഇന്ന് കൊടുക്കാനാ പറഞ്ഞത്. എടി, എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. ഒരു ചായ എടുക്കാനുള്ള പൈസ പോലും ഞാൻ മാറ്റി വെച്ചിട്ടില്ല. ദേ കണ്ടോ, ഒഴിഞ്ഞ് മനുഷ്യനായിട്ട് പുറത്തേക്ക് പോണേ. ഇതാണ് ആശാന്റെ കുഴപ്പം. ഒരു ഫുള്ളിന്റെ കാശെങ്കിലും മാറ്റി വെക്കണമെന്ന് ഞാൻ എപ്പോഴും പറയും. ഒന്ന് അടിക്കണമെന്ന് തോന്നി ആരോടെ കടം മേടിക്കണ്ടല്ലോ. ആർക്ക്? എനിക്ക്. അതെങ്ങനെ?
കയ്യിൽ കാശില്ലെങ്കിൽ കണ്ടവന്റെ കയ്യിൽ നിന്ന് കൊള്ളപ്പലിശയ്ക്ക് കടം വാങ്ങി മറ്റുള്ളവരെ സഹായിക്കാൻ നടക്കും. ഇങ്ങനൊരു മനുഷ്യൻ എന്നോട് ചോദിക്കേണ്ടത് ഞാൻ തരില്ല. മതി മതി വർദ്ധാച്ചോണ്ട് നിൽക്കണ്ട, നടന്നോ. ആ അല്ല പിന്നെ എങ്ങോട്ടാണ്? ഗോപിയിലോട്ടോ അതോ അജന്തയിലോട്ടോ? എന്ത് ഏത് ബാറിലേക്കാണത്? നിന്റെ അമ്മയുടെ നായര് വീട്ടിലേക്ക്. അവിടെ മാറി തുടങ്ങിയോ? ചന്തയിലോട്ട് പോടാ. പതുക്കെ പറഞ്ഞാലും മനസ്സിലാവും പ്രഭോ. ഒറ്റ ചവിട്ടാൻ ഞാൻ. എന്താടാ എന്താണ്? ആ പിള്ളേച്ചൻ വിളിച്ചിട്ട് കരിഞ്ഞ പിള്ളേച്ചൻ ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. ഞാനിവിടെ ഇല്ല. ഞാൻ പലിശ കൊടുത്ത് 2 മാസമായി. ഞാൻ കൊടുത്തിട്ടേ ഇല്ല. അതുകൊണ്ട് നീ ഇവിടെ നിൽക്ക്, ഞാൻ ചന്തയിലോട്ട് പോയിന്ന് പറ. ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ച പൊടിയാ. ഇത് വലിച്ചിട്ട് ഞാൻ തന്നെ തുമ്മിക്കോളാം. ഈ ഓസിന് തുമ്മാൻ നിൽക്കണ്ട, മനസ്സിലായോടാ? നീ മേടിച്ച കാശിന്റെ കാര്യം എന്തായി? അയ്യോ അത് ഞാൻ തന്നു. തന്നോ? തന്നു തീർത്തോളാന്ന് പറഞ്ഞു. കൊടുത്ത കാശ് തിരിച്ചു മേടിക്കാൻ എനിക്കറിയാം. അത് കള. അപ്പൊ തരണ്ടേ? തരാ തരാ. തിരിച്ചു തരാമെന്ന് പറഞ്ഞ തീയതി കഴിഞ്ഞോ? 2-3 കൊല്ലം കഴിഞ്ഞു. അപ്പോ നീ അത് തിരിച്ചു തരാൻ ഒരുക്കമല്ല. ഇങ്ങനെ കിട്ടാക്കടം മേടിക്കാൻ ഞാനൊരു പയ്യനെ ജോലിക്ക് വെച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ടോടാ? ബ്രൂസ് ലീ പീറ്റർ. അയ്യോ നല്ല ഡീസന്റ് പയ്യനല്ലേ. ഇപ്പൊ കുറച്ചാളായിട്ട് കാണാനില്ലല്ലോ. വല്ല ചിക്കൻ കുനിയെ പിടിച്ചോ? ഓ വല്ല പുറത്തോട്ട് പോയിരിക്കും. അല്ല, അകത്തേക്ക് പോയിരിക്ക. അകത്തെന്ന് പറഞ്ഞ സബ് ജയിലിൽ, റിമാൻഡിലാ. ഒട്ടും ക്ഷമയില്ലാത്തവനാ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കൈവെക്കും. സ്നേഹം കൊണ്ടാ, ശുദ്ധ മനസ്സായതുകൊണ്ടാ. വെറും 5000 രൂപയുടെ കാര്യമാണ്. 1ഉം 2ഉമല്ല, 4 അവധിയാ കൊടുത്തത്. 5ാമത് തവണ കടേന്ന് വലിച്ചിട്ട് വെട്ടി. കുഴപ്പമില്ല, മറ്റന്നാളിങ് വരും. ഞാൻ നിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടാം. അയ്യോ അത് വേണ്ട പിള്ളേച്ച. അവനവിടെ വരുമ്പോ ഞാനില്ലെങ്കിൽ അവന് വിഷമാവും. എന്റെ പൊന്നു പിള്ളേച്ച ചതിക്കരുത്. 1 മാസത്തെ അവധി കൂടിത്താ, ഞാൻ എങ്ങനെയെങ്കിലും തന്നു തീർത്തോളാം. ഇനി തെറ്റരുത്. ഇല്ല. തെറ്റിയാൽ അറിയാവല്ല. ബ്രൂസ് ലീ. ഇവിടെ ആരുമില്ല. ഉണ്ട്, ഞാനുണ്ട്. പിന്നെ ഏടത്തി, പിന്നെ ആരുമില്ല. വിളിക്കാം, ഏടത്തിയെ വിളിക്കാം. പിള്ളേച്ചനൊരു കമ്പനി ആവുമല്ലോ, ബോറടിയും മാറ്റാം. ഏടത്തിയേ, ഏടത്തിയേ. എന്താ? നമസ്കാരം. നമസ്കാരം. ഞാൻ പിള്ളേച്ചൻ. ഞാൻ രാജപ്പൻ. പെങ്ങളെന്നെ അറിയാവോ? അറിയും, ഉടനെ വിവരം അറിയും. ദൈവത്തിന്റെ ഓരോ കളികള്. ഭൂമിയിൽ ഭൂരിഭാഗം മനുഷ്യരും ആവശ്യത്തിന് കാശില്ലാതെ നെട്ടോട്ടം ഓടുമ്പോ കുറച്ചു പേരുടെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ കാശ് വെറുതെ ഇരിക്കും. അഹങ്കാരം. പണം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാ അല്ലേ? അതെ. പിള്ളേച്ചനൊരു ഉപകാരിയാ, പരോപകാരി. ആവശ്യക്കാർക്ക് ആവശ്യം പോലെ കൊടുക്കും. എനിക്കും തന്നു. തിരിച്ചു കിട്ടിയില്ല. കിട്ടും കിട്ടും കിട്ടും. ഈടെന്തെങ്കിലും വാങ്ങി വെക്കും. എനിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. കാശ് മേടിച്ചോണ്ട് പോകുന്നവൻ അത് തിരിച്ചു കൊണ്ട് തരാനുള്ള ഒരു ഉത്സാഹം ഉണ്ടാകാനാ. അത്യാവശ്യത്തിന് ഓടി വരുമ്പോ കാശ് എടുത്തു കൊടുക്കുന്നവനാ പിള്ളേച്ചൻ. എന്നിട്ടും മെന്നപ്രാക്കി തലതെറിപ്പിക്കലാണ് മേടിച്ചമാരുടെയൊക്കെ പരിപാടി. നെക്ക് ചോദിക്കട്ടെ, നിന്റെ ആശാൻ ഇവിടെ ഇല്ലേടാ? ഇല്ല, ആശാൻ ഇവിടെ ഇല്ല, ചന്തേന് പോയി. ഇവിടെ ഉണ്ട്. എടത്തി പാര വെക്കാം. പക്ഷെ ഇത് കാശ് വാങ്ങി ചെലവാക്കി കളഞ്ഞിട്ട് അത് ചോദിക്കാൻ വരുമ്പോ പുരക്കായത്ത് കയറി ഒളിക്കുന്ന എവിടുത്തെ ന്യായ? അത് മര്യാദ. ആശാനേ ചന്തേന്ന് പോര്. ഒക്കെ പൊളിഞ്ഞു. ആശാന്റെ വടി പോലെ ആശാൻ വടിയായി. പിള്ളച്ച ആശാൻ. ആരത് പിള്ളേച്ചനോ? വാവാതിരിക്ക്, ഞാനിന്ന് അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. ചുമ്മാ കടിക്കണ്ട. ഞാനല്ല, ഒറ്റ കൊടുത്ത ആശാന്റെ ഭാര്യ യൂദാസി. പിള്ളേച്ചന് കുടിക്കാൻ എന്താ വേണ്ടത്? ചായയോ കാപ്പിയോ? എനിക്ക് വേണ്ട. ഇന്നിപ്പോ നിങ്ങൾ തരുന്ന ചായ കുടിച്ചാ നാളെ ഈ സമയത്ത് ഒരു ചായ കുടിക്കണമെന്ന് തോന്നിയാലോ? ചാപ്പി കുടിക്കണം.
അല്ല ഒരു ചേഞ്ച് ആവുമല്ലോ. അപ്പൊ കടയിൽ കയറി കുടിക്കും, അത് ചെലവല്ലേ? എന്തൊരു ബുദ്ധി. കേട്ടോ മകളെ, എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടുമായി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനെ പെരിച്ചാഴി ഇവിടെ നിൽക്കുന്ന എന്തിനാ? ആശാനകത്തേക്കല്ലേ? നീ നടന്നോ, ഞാൻ പുറകെ വരാം. അപ്പൊ ഞാനാണ് പെരിച്ചാഴി. ബ്രൂസ്ലിയെ വിടണ്ട. കേട്ടോ മകളെ, ഞാൻ വന്ന കാര്യം പറയാം. ഈ വർക്കി മാപ്പിള എന്നോട് പലപ്പോഴായി കുറെ കാശ് വാങ്ങിച്ചിട്ടുണ്ട്. ഒന്നും രണ്ടുമല്ല, വലിയൊരു തുകയാ. മുതലും പലിശയും അടക്കം 3 ലക്ഷം രൂപ വരും. എന്റെ ദൈവമേ, 3 ലക്ഷം രൂപയെ ഞാൻ എന്തായി കേൾക്കുന്നേ? നീ അകത്ത് പോ. ഇല്ല, എനിക്കറിയണം ഇത്രയും വലിയൊരു തുക ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി വാങ്ങിച്ചു. ഈ വീട്ടിൽ ഇത്രയും കാശിന്റെ ഒരാവശ്യം ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ കുടിച്ച് കാടും കളിക്ക് നടക്കുന്ന കൊമ്പനല്ലേ. അന്യ നാട്ടിൽ വല്ല കുടുംബം പോറ്റുന്നുണ്ടാവും. അടിച്ച് മുഖം മുഴുകി ഞാൻ കൊല്ല്, തല്ലി കൊല്ല്, എന്നിട്ട് അന്വേഷണം പോലെ ജീവിക്കും. മതി. വർഗി തന്നസുകാരനല്ലടി. കടിച്ചു കിടക്കേണ്ട പ്രായത്തിൽ കശാപ്പുകത്ത് കയ്യിലെടുത്തത് കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാ. നിനക്ക് എന്താ അറിയേണ്ടത്? ഈ കാശ് എന്ത് ചെയ്യുന്നല്ലേ പറയാം, കണക്ക് ഞാൻ പറഞ്ഞു തരാം. ബാബുമോന് ഗൾഫിൽ പോകാൻ വേണ്ടിയാ ആദ്യമായി പിള്ളേത്തിന് മുന്നിൽ കൈ നീട്ടിയത്. പിന്നെ വിസയ്ക്ക് 80,000, ഉടുപ്പും എല്ലാം കൂടി 10,000 വേറെ. 1 മാസം ബോംബെ പോയി നിന്നപ്പോ തിരിച്ചു പോന്നു. അധികം നാൾ കഴിഞ്ഞില്ല, നിനക്കൊരു നെഞ്ചുവേദന. വലിയ ആശുപത്രി കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു. വാൾവിന്റെ തകരാറ്, ഓപ്പറേഷൻ, 1.5 ലക്ഷം ആ വഴിക്ക്. ഇതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നീ അറിഞ്ഞോ? അതെ, മക്കളെ ഒരു കരക്കെത്തിക്കേണ്ടത് കുടുംബനാഥന്റെ കടമയാണ്. രോഗം വന്നാൽ ചികിത്സിപ്പിക്കണം, അതിന് കാശ് വേണം. പക്ഷേ അധ്വാനിച്ച് കിട്ടുന്ന കാശ് മുഴുവൻ കൂട്ടുകൂടി കുടിച്ചു നടന്നിട്ട് കൊള്ള പലിശയ്ക്ക് കാശ് വാങ്ങി ആവശ്യം നടത്തിയാ കേറി കിടക്കാൻ ഒരു ഇടം പോലും ഇല്ലാത്ത തെണ്ടേണ്ടി വരും. ദേ, കാശ് വാങ്ങിയ ആള് തടി പോലെ നിൽക്കുന്നു. ചോദ്യം പറച്ചിലൊക്കെ അങ്ങോട്ട് മതി. എന്താണോ ഇത്? കുടുംബനാഥം വണ്ടി വിൽക്കുന്നൊരു കാളയാടോ. കാളയുടെ തളർച്ച ചെങ്കെടുപ്പും യാത്രക്കാർക്ക് അറിയേണ്ട കാര്യമില്ല. പക്ഷെ എന്തെങ്കിലും കാള തളർന്നു വീഴും, അതോടെ ഗതിമുട്ടി പോകും. കാരണം ഇവർക്കാർക്കും വണ്ടി തെളിക്കാൻ അറിയില്ല, യാത്ര ചെയ്ത ശീലമുള്ളൂ. അവരുടെ ഭാഗത്തും ന്യായമുണ്ട്. എന്നും ഇങ്ങനെ കുടിച്ച് വെളിവില്ലാതെ നടക്കലല്ലേ തന്റെ പണി. ഈ കണ്ട കാശെല്ലാം താൻ കുടിച്ച് നശിപ്പിച്ചതാണെന്ന് അവർ വിശ്വസിച്ചാൽ അവർ കുറ്റം പറയാനൊക്കുവോ? ഇത്രയും നാൾ കുടിച്ചില്ലേ, ഇനി ഇതൊന്ന് അവസാനിപ്പിച്ചുകൂടെ? ആഗ്രഹമില്ലായിട്ടല്ല, സാധിക്കണില്ല. മിണ്ടാപ്രാണികളെ കൊന്ന് ജീവിക്കുന്നവനാ ഞാൻ. കൊല്ലാൻ കൊണ്ട് പോകുമ്പോഴും അനുസരണയോടെ കൂടെ പോരും. കഴുത്തറുത്ത് ചോര ചീറ്റിക്കിടന്ന് പിടയുമ്പോ തലവൊക്കൊരു നോട്ടമുണ്ട്. നിനക്കും നിന്റെ കുടുംബത്തിനും ജീവിക്കാൻ വേണ്ടി നീ എന്നെ കൊല്ലുകയാണല്ലേ എന്നാ അതിന്റെ അർത്ഥം. പ്രാണം പോകുന്ന നിമിഷം അമ്മേന്ന് തികച്ചും ഒരു വിളിയുണ്ട്. ഓർക്കുമ്പോ ചങ്ക് പൊട്ടി പോണ പോലെ തോന്നും. അത് നടങ്ങാനാ ഞാൻ കുടിക്കുന്നേ. കഴുത്തി കത്തി വെക്കുമ്പോ കൈ വരയ്ക്കാതിരിക്കാൻ ഊണിലും ഉറക്കത്തിലും എന്നെ പിന്നാലെ വന്ന് എന്നെ ചക്രശ്വാസം ഫലിപ്പിക്കുന്ന 1000 മിണ്ടാപ്രാണികളുടെ കണ്ണുകൾ എന്റെ മനസ്സിൽ നിന്ന് പറിച്ചറിയാൻ. കശാപ്പ് കഴിഞ്ഞ് കുടിക്കണം, കുടിച്ചു കുടിച്ച് ബോധം മറിയണം. ഇല്ലെങ്കിൽ ഇവർക്ക് ശ്വാസം മുട്ടി ചത്തുപോകണോ? ഇതൊക്കെ കുടിയന്മാര് കുടിക്കാൻ വേണ്ടി പറയുന്ന ഓരോ കാരണങ്ങളാ. മദ്യപാനിയായ തൊഴിലാളി ഒരു കാലത്തും ധനവാനാകില്ല എന്ന് നിങ്ങളുടെ പള്ളി പതിനാല് എഴുതി വെച്ചിട്ടുണ്ട്. ബുദ്ധിയോടെ കരുതി അധ്വാനിക്കുന്നവന്റെ കയ്യിലെ കാശുണ്ടാകൂ. ലഹരിയിൽ മുങ്ങിയ തലച്ചോറിന്റെ ഉടയവന് അധ്വാനിക്കാന്ന് മാത്രമേ ഉള്ളൂ, ഫലം ഉണ്ടാവില്ല. ആ പോട്ടെ, ഞാൻ വന്ന കാര്യം അറിയാം. ഞായറാഴ്ച എന്നാലും പലിശ കൊണ്ട് തരാം. ശരി, പലിശ തരാൻ തുടങ്ങിയിട്ട് നാള് കുറയായി. മുതലിപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുക. അതിനെക്കുറിച്ച് ഒരു തീരുമാനമാകണ്ടേ? ഞാൻ ചെറുതൊക്കെ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. 5-6 മാസമുള്ള നേരെ തീരുമാനം ഉണ്ടാവും. അതുവരെ താനൊന്ന് ശ്രമിക്കണോ? ഇതൊന്നും ഞാൻ വിശ്വസിക്കണില്ല. താൻ ഒന്നിനെ കുറിച്ചും ചിന്തിക്കണില്ല എന്ന് എനിക്കറിയാം. എന്ത് വേണേലും ആയിക്കോ. പക്ഷേ ഒരുപാട് കാലമൊന്നും ഞാൻ ശ്രമിച്ചെന്ന് വരില്ല. കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് പലതും തനിക്ക് കൈവിട്ടു പോകും, ഓർത്തോ? നിന്നെ ഇന്നത്തെ കണി എന്നെ അല്ലേ? സാരമില്ല, വാ പറയട്ടെ. കഴിഞ്ഞ ദിവസം അടിക്കളം ചന്തയിൽ വെച്ച് വല്ല പ്രശ്നം ഉണ്ടായോ? പ്രശ്നോ? എന്ത് പ്രശ്നം? എനിക്കൊന്നും അറിയില്ല. പാവം, നിനക്കൊന്നും അറിയില്ല. ഞാൻ പറയാം.
കുറച്ച് ദിവസം മുമ്പ് തമിഴ്നാട്ടുകാരായ ഒരു നാടോടി സംഘം ചന്തയിൽ തമ്പടിച്ചിരുന്നു. വയസ്സായ തന്തയും തള്ളയും അവരുടെ മകനും അവന്റെ കാണാൻ തരക്കേടില്ലാത്ത പെണ്ണും 1.5 വയസ്സായ അവരുടെ കുഞ്ഞും രാത്രിയുടെ മറവിൽ ആ പെണ്ണിനെ കയറി പിടിക്കാൻ ചെന്ന ഈ നാട്ടിലെ ചില പകൽമാന്യന്മാരും അവരും തമ്മിലുണ്ടായ കയ്യാങ്കളിക്കിടയിൽ താഴെ ഉറങ്ങിക്കിടന്നിരുന്ന പിഞ്ചു കുഞ്ഞിന് ചവിട്ടേറ്റു. ഇന്നലെ രാത്രി നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ കിടന്ന ആ കുഞ്ഞു മരിച്ചുപോയി. ആ കുഞ്ഞിന്റെ നെഞ്ചു തകർത്ത ശപിക്കപ്പെട്ട കാല് നിന്റേതല്ലേ? ഞാനല്ല. രാവിലെ തന്നെ വീട്ടിൽ കയറി നരാശം പറയുന്നു. എന്നെ ചോദിക്കാൻ താനാരോടും പോലീസോ? പിള്ളച്ചൻ പോലീസല്ല, സാക്ഷിയാ, ദൃക്സാക്ഷി. കല്യാണം കഴിഞ്ഞിട്ട് പുതുമൊഴി മാറാത്ത പെണ്ണ് വീട്ടിലിരിക്കുമ്പോ ഊര് തണ്ടി നടക്കുന്ന നാടോടികളുടെ തമ്പിൽ ചെന്ന് കയറി നിന്നെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. പിള്ളച്ചേട്ടാ, ഒരു അബദ്ധം പറ്റിയതാ. കുഞ്ഞു താഴെ കിടക്കുന്ന ഞാൻ കണ്ടില്ല. ആരും തറിയരുത്, ഞാൻ കാല് പിടിക്കാം. എഴുന്നേക്കടാ. നിന്നെ പോലെ ഒരു നാരിയെ രക്ഷിക്കാൻ നുണ പറയാൻ പറ്റില്ല. ഞാനായിട്ട് ഇക്കാര്യം ആരോടും പറയാൻ പോണില്ല. പക്ഷേ വേണ്ടപ്പെട്ടവർ ചോദിച്ചാൽ സത്യമേ പറയൂ. നീയായിരുന്നു. ഞാൻ കരുതി പിള്ളേച്ചനാ, ആ പലിശക്കാരനെ അളപ്പച്ചനെ കാണാൻ വന്നതാ. നീ വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ. അത് ചൂട് കൊണ്ടാ. ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയൂ. എന്താ കാര്യം? നീ എന്തൊരു ജോലിക്ക് പോകാത്തെ? അത്രേ ഉള്ളൂ. അതിനെന്തെങ്കിലും ഒരു ജോലി കിട്ടുന്നേ. നിനക്ക് നാണമില്ല എങ്ങനെയൊക്കെ പറയാൻ? തൊഴിലില്ലാതെ അലഞ്ഞു നടക്കുന്ന ചെറുപ്പക്കാരുടെ ഫാഷനൊക്കെ പോയി ജോലി ചെയ്യാൻ മനസ്സുള്ളവർക്ക് ഇവിടെ ഒരു ജോലി കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കിട്ടുന്ന ജോലിയിൽ നിന്നിട്ട് ആഗ്രഹിച്ച ജോലിയിലേക്ക് എത്തണം. അതാ വേണ്ടത്. ശ്രമിക്കണം. ഞാൻ ശ്രമിക്കില്ലെന്നാണ് നീ പറയുന്നത്? അതെ. പണ്ടത്തെ പോലെയാണോ? നീ എന്നൊരു ഭർത്താവാ. നിന്റെ അപ്പൻ കുടിച്ച് ലക്കില്ലാതെ ഇവിടെ വന്ന് കിടന്നാലേ നിന്റെ കയ്യിൽ കാശുണ്ടാവൂ. ഇക്കണക്കിന് പോയി അങ്ങനെ അധികം നാളെ കുടിക്കേണ്ടി വരില്ല. അപ്പന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കും? എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കും. എന്തായാലും നിന്നെ ഞാൻ പട്ടിണി കിടില്ല. പോരെ. പട്ടിണി കിടക്കാനൊന്നും എന്നെ കിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥ വന്നാ ഞാൻ എന്റെ വീട്ടിൽ പോകും. വീട്ടിൽ ചെന്നേ ജീവിതം നശിച്ചു നിരാശയോടെ കഴിച്ചുകൂട്ടാനൊന്നുമല്ല. എന്നെ ഒരു പ്രാവശ്യം കൂടി നല്ല നിലയിൽ കെട്ടിച്ചുടാനുള്ള സ്വത്തൊക്കെ എന്റെ പപ്പാക്കുണ്ട്. മൈൻഡ് ഇറ്റ്. അയ്യോ അമ്മൂമ്മ, ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഈശോ മറിയം ഔസേപ്പേ, എന്നെ മാത്രം രക്ഷിക്കണേ. നീ ഇവിടെ ഉണ്ടായിരുന്നോ? നിന്നെയൊക്കെ ഒന്ന് കാണണമെങ്കിൽ ഈ മൂത്ത് മരച്ചിട്ട് ഞാൻ ഇഴഞ്ഞു വലിഞ്ഞ് ഇവിടെ വരെ വരണം. അല്ലേടാ പൂരിത്തം കട്ടവനെ. ഇവളെയും കൂട്ടി അവിടെ വരെ ഒന്ന് വന്നാ എന്താടാ? തേങ്ങോ മോനൊക്കെ. അതിന് നേരം കിട്ടുന്ന അമ്മൂമ്മ, നാളെ ഞങ്ങൾ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. നീ വരും എന്റെ കുഴിയിലോട്ട് എടുക്കാൻ നേരത്ത്. അതിനൊക്കെ എനിക്ക് എത്ര കാലം കഴിയണം? അത് ശരി, കൊച്ചു കള്ളി. അപ്പൊ പെട്ടെന്നൊന്നും അങ്ങോട്ട് പോകാനുള്ള പരിപാടി ഇല്ല അല്ലേ? നിനക്കൊരു കുഞ്ഞിക്കാല് കണ്ട് അതിന്റെ കല്യാണവും കൂടി കഴിഞ്ഞിട്ട് പോണോന്നായി എന്റെ മോഹം. നീ എന്നാലും ഉന്തമിഴിഞ്ഞ പോലെ നിൽക്കുന്നത്? നിനക്ക് അടുക്കളയിൽ പണിയൊന്നും ഇല്ലാടി? അത് പിന്നെ ഷേർലിക്ക് ജോലിയൊന്നും നല്ല വശമില്ല അമ്മൂമ്മേ. അതെന്താടാ എവിടെ ആകാശത്തുനിന്ന് പൊട്ടിയുടെ മാലാഖാണ്? എടി നീ ആ പെറുക്കി വില്യംസിന്റെ ഓള് തന്നെ ഇല്ലേടി? നിങ്ങൾ എന്തൊക്കെ പറയുന്നേ? അതൊന്നും നിനക്കറിയാൻ പറ്റുകയില്ല. ഇപ്പൊ അവന് കാശായി പോയി. ചെറുപ്പകാലത്ത് എന്ത് കണ്ടാലും പെറുക്കി എടുക്കലായിരുന്നു അവന്റെ പണി. ഇട്ടപ്പെട്ടില്ല. ചവിട്ടിക്കുത്തി ചന്തയും കുളിക്ക് പോണാണ്ടില്ലേ? അമ്മയുടെ മാമറി ചന്തേ ചക്ക കപ്പലണ്ടി മിഠായി. അപ്പൊ അമ്മൂമ്മനെ മറന്നിട്ടില്ല. എന്തിനാ അമ്മൂമ്മേ കാശില്ലാത്തടത്ത് ഇതൊക്കെ വാങ്ങിച്ച? പിന്നെ കാശ് കൊടുത്ത് വാങ്ങാതിക്കല്ലേ മറിയാം. പോരുന്ന വഴി എന്റെ കാലിലെന്തോ തടഞ്ഞു. നോക്കിയപ്പോ ഒരു കപ്പലണ്ടി മിഠായി. അപ്പഴാ മോന്റെ കാര്യം ഓർത്തത്. തുപ്പല്ലടാ കുരുത്തക്കെട്ടവന്. അമ്മമ്മ നല്ലോണം തുടച്ചിട്ടൊക്കെ തന്നെയാ കൊണ്ടുവന്നത്. നിന്റെ തള്ളേന്തിയടാ വേരിക്കൊച്ചമ്മ? അകത്തുണ്ട്, വിളിക്കാം. തുപ്പല്ല അമ്മൂമ്മേ, നന്നായി തുടച്ചതല്ലേ? ഇവിടെ തൂക്കലും പാരലൊന്നും ഇല്ലേ? അതിനൊക്കെ എവിടെയാ സമയം? കിടന്ന് കാറണ്ട. ഞാനിവിടെ എന്റെ
വരും. അതെന്താടി നിനക്കെന്താ മുറ്റടിച്ചാല്? എനിക്ക് നടുവിന് പാടില്ലാണ്ടിരിക്കുക. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്കൊന്നും നടുവിന് പാടില്ല. എന്താണെന്നോ മുമ്പിട്ടുന്ന് വർണ്ണം വീട്ടുജോലി എടുക്കാഞ്ഞിട്ടാ. അതെ, മുറ്റമടിക്കാൻ വരുന്നവർക്ക് എന്ത് കൊടുക്കും? ഒന്നും കൊടുക്കണ്ട. നേർച്ചയാണ്. പള്ളി വിട്ട് അടിക്കണ പോലെ നേർച്ചയായിട്ട് അടിക്കണമെന്ന്. ആറ്റാൽ ഒരു കിലോ ഇറച്ചി കൊടുത്താൽ മതി. മതിയല്ല, ഇറച്ചിക്ക് എന്താ വില? 90 രൂപ ഒരു മാസം. 4 9 36 360 രൂപയാ. ചൂടെടുത്ത് വിട്ടത്തഞ്ചാറ് വരവരക്കണേ 360 രൂപയാ. നീ എന്റെ മോനെ കുളിപ്പിച്ച് നടത്തോലാടി. നാശം പിടിച്ചവളെ. വെറുതെ അല്ല അവൻ ഇങ്ങനെ കുടിക്കണത്. എന്ത് ചെയ്താലും കാശ് മിച്ചം ഉണ്ടാവൂല. എങ്ങനെ ഈ സൈസല്ലേ കുടുംബത്തി ഇരിക്കണത്? എന്താടി തുറച്ചു നോക്കണത്? പോയി കടിക്കാൻ എന്തെങ്കിലും എടുത്ത് വെക്കടി. എന്നിട്ട് കൊടല് കരിയണ്. ഇവിടെ കഴിക്കാനൊന്നുമില്ല. കർത്താവേ, ഇവിടെയും പട്ടിണിയായ. ഇവിടെ ഉള്ളവർക്ക് കഴിക്കാനേ ഉണ്ടാക്കിയിട്ടുള്ളൂ, കൂടുതൽ ഉണ്ടാക്കിയിട്ടില്ല. കൊടുക്കരുതടി, ആർക്കും കൊടുക്കാതെ നീ തന്നെ വലിച്ചു കയറ്റേ. അവൻ ചന്തയിൽ വെട്ടുന്ന കന്നുകാലികളുടെ ഭൂരിഭാഗം നീ തന്നെയാണല്ലോ തിന്നണത്. അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ടടി. ഞാൻ ചത്തിട്ട് നീ ആ വീട്ടിൽ കാലുത്തുള്ളൂന്ന് ആരാണ്ടൊക്കെ പറഞ്ഞെന്ന് കേട്ടല്ല. നീ ആ പുലി മനസ്സിൽ വെച്ചാ മതി. നിന്റെ 7 കോടി കഴിച്ചിട്ടേ ഞാൻ ഈ ലോകം വിടുള്ളൂ. നിങ്ങൾ രാവിലെ തന്നെ ഉടക്കാമെന്നതാണ്. പൊന്നോ, ഞാനിനി ഉടക്കിയിട്ട് എന്ത് കാര്യം? നീ നിന്റെ അപ്പനും കൂടി ഉടക്കി വരച്ചെടുത്തില്ലാടി. എന്തുടക്കി വെച്ചെന്നാ തള നിങ്ങളെ പറയുന്നത്? എന്റെ മോനെ അല്ലാണ്ട് ആരെയാണ്? പോസ്റ്റ്മാൻ വർഗീസിനെ കൂടെ ഒളിച്ചോടി പോയല്ലേ നീ? അനാവശ്യം പറഞ്ഞാലല്ലോ. പിന്നെ എന്തിനാ തള്ളേ നിങ്ങളെ മോനെ കൊണ്ട് എന്നെ കെട്ടിച്ചത്? എന്റെ മോനായിട്ട് എന്ത് കാര്യം? അവനൊരു മണ്ടനായി പോയി. വെളുപ്പുണ്ടപ്പോ അവൻ അത് മതിയെന്ന് ഒറ്റപ്പെടുത്താം. കണ്ടറിയാത്തവൻ കൊണ്ടറിയും. നിങ്ങളെ ഈ ഒടുക്കത്തെ നാട്ടുകാരനെ തള്ളേ കിട്ടിയ നക്കാപ്പിച്ചും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. ഇവിടെ ജീവിക്കാൻ സമ്മതിക്കാലെന്ന് വെച്ചാ എന്ത് ചെയ്യും? എന്റെ ദൈവമേ, തുടങ്ങിക്കോ. രണ്ടാളും കൂടി ഒന്നും രണ്ടും പറഞ്ഞ് അംഗം വെട്ടിക്കോ. അമ്മയ്ക്ക് എന്തിന്റെ കേടാ? അമ്മ നടത്തേക്ക് പോയേ. എന്താ അമ്മൂമ്മ ഇത്? മനുഷ്യൻ പുറത്തിറങ്ങി നടക്കണം. വേണ്ടടാ, ഞങ്ങൾക്ക് പത്തായത്തിലോട്ട് കയറിയിരുന്നോ? എന്റെ ദൈവമേ, കൊള്ളെന്ന് പറഞ്ഞ ആർക്കും ഇഷ്ടപ്പെടുകയല്ല. എന്നാലും മറിയ പറയാനുള്ളത് പറയും. ആരുടെ മുഖത്ത് നോക്കിയും പറയും. അതിന് മറിയയ്ക്ക് ആരെയും പേടിയുമില്ല. മോനെ വർക്കി, എത്ര നാളായടാ നിന്നെ ഒന്ന് കണ്ടിട്ട്. നിനക്കെന്നെ ഇഷ്ടമല്ലെന്നറിയാം. എന്നാലും എനിക്ക് നിന്നെ കാണാണ്ടിരിക്കാൻ പറ്റുമോ? എന്ത് കോലാടാ ഇത്? ഇങ്ങനെ കുടിക്കല്ലേ മക്കളെ. ഒരുപാട് പട്ടിണി കിടന്നു. അന്യ വീട്ടിൽ പാത്രം കഴിയുമൊക്കെ വളർത്തിക്കൊണ്ട് വന്നതാ. മതി, നിങ്ങൾ ആരപ്പോ ക്ഷണിച്ച് മോനെ ചോദിച്ചു കേട്ടില്ലേ? എന്തിനായിട്ട് എഴുന്നള്ളിന്ന്? നിന്നെ ഒന്ന് കാണാൻ തോന്നി. കണ്ടില്ലേ? പോയിക്കോ, തോമാച്ചന്റെ വീട്ടിലേക്ക് പോയിക്കോ. സ്നേഹം കാണിക്കാൻ വന്നിരിക്കണേ. ഉള്ളതല്ല അവനെഴുതി കൊടുത്തില്ലേ? വർക്കിപ്പൊടി വെള്ളം കൊണ്ട് തന്നെ കിടക്കണേ. വർക്ക് ചീത്തയാ. എളേമ്പു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ, അങ്ങോട്ട് തന്നെ പോയിക്കോ. അമ്മ പൊയ്ക്കൊള്ളടാ മോനെ. പാടില്ലാഞ്ഞിട്ടും ഇവിടെ വരെ വന്നത് ഒരു കാര്യമുണ്ടായിട്ടാ. ഇന്നലെ കറിയാച്ചൻ അവിടെ വന്നിരുന്നു. അയാളൊരു കാര്യം പറഞ്ഞു. കേട്ടപ്പോ ഉള്ളിൽ എവിടെയോ ഒരു പിടച്ചില്. അയാള് ടൗണിൽ എങ്ങാണ്ടാ വെച്ച് നമ്മുടെ ക്ലാരമ്മയെ കണ്ടത്. കെട്ടുപോയി എന്റെ മോള്. പോലിരുന്നതല്ലേ അന്റെ ജാതിക്കാരൻ്റെ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോ ആശയ്ക്ക് നമ്മൾ തള്ളിക്കളഞ്ഞതാ. അയാളൊരു രോഗിയുമായി പോയി. അവള് വല്ലാതെ കഷ്ടപ്പെടുകയാ. അതിന് ഞാൻ എന്ത് വേണം? പട്ടിണി കിടന്ന് കരയണ കൂടപ്പറപ്പിന്റെ മുഖം കണ്ട് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാ 8ാമത്തെ വയസ്സിൽ നരച്ച പണിക്കിറങ്ങിയത്. തള്ളക്കറിയാലോ. പൊന്നാങ്ങലിയോടൊന്നും പറയാതെ അവളുടെ കാര്യം നോക്കി ഇറങ്ങിപ്പോണവരെ അവൾക്ക് വേണ്ടി മാത്രമാ അവർക്ക് ജീവിച്ചത്. കയ്യിൽ കിട്ടുന്നൊരു 9 പൈസ പോലും അനാമത്ത് ചെലവാക്കാൻ സുറക്കൂട്ടി വെച്ചതും അവളെ നല്ല നിലയിലെത്തിക്കാനാ. അവിടെയും വർക്കി തോറ്റു. അവളെന്നെ തോൽപ്പിച്ചു. അത് പിന്നെ അന്യ ജാതിക്കാരൻ പയ്യനല്ലേ, ഞാൻ വെട്ടുകത്തി എടുത്താലോന്ന് പേടിച്ചിട്ടായിരിക്കും. ശരിയാ, വർക്കി എല്ലാവർക്കും പേടിയാ. വർക്കിക്ക് ഹൃദയമെന്നൊരു സാധനയല്ലോ. വർക്കി കശാപ്പുകാരനല്ലേ. അനുഭവിക്കട്ടെ, അനുഭവിക്കും. എന്റെ ചങ്കിലേക്ക് തീ കോരിട്ടിട്ടാ പോയത്. കണ്ണീര് കുടിക്കും, എനിക്കറിയാം. അതൊക്കെ പഴയ കഥകളല്ലേ. ഒളിച്ചോടിപ്പോയ വാശിക്ക് തറവാട്ട് സ്വത്ത് ഭാഗം വെച്ചപ്പോ
ഒരു ചില്ലി കാശ് പോലും അവൾക്ക് വേണ്ടി മാറ്റി വെച്ചില്ല. അവൾക്ക് വേണേ കേസിന് പോവായിരുന്നു, പോയില്ല. പാവന്റെ മോളെ. എന്നാ കൊണ്ടുപോയി കൊടുക്ക്. ഞാൻ അധ്വാനിക്കണമെന്ന് 10 പൈസ കൊടുക്കൂല. തന്റെ ഇഷ്ടത്തിന് പോയതല്ലേ, എങ്ങനെയും പോയി ജീവിക്കട്ടെ, ജീവിക്കാൻ വേണ്ടി തെണ്ടട്ടെ. എനിക്കൊരു സങ്കടമില്ല, എനിക്കൊരു സങ്കടമില്ല. ഞാൻ ചത്ത എന്റെ ശവം കാണാൻ പോലെ അവളെ പടി ചവിട്ടി പോകരുത്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നിന്റെ ചങ്ക് പടയണത് എനിക്കറിയാടാ. അവൾക്കൊരു കുഞ്ഞുണ്ട്, തള്ളയല്ലേടാ. അവൾക്കൊരു കുഞ്ഞുണ്ടാകുമ്പോ അതിന്റെ മുഖം ഒരു നോക്ക് കാണാൻ, അതിനെടുത്ത് നോമനിക്കാൻ മനസ്സ് കൊതി തുള്ളി പോകും. പക്ഷെ വർഷം എത്ര കഴിഞ്ഞു, ആ കൊച്ചിന് കല്യാണപ്രായമായി. നല്ലൊരു കാര്യം ഒത്തു വന്നിട്ടുണ്ട്. കാശുണ്ടാക്കാൻ ഓടി നടക്കാൻ രണ്ടുപേരും കൂടി. നീ അല്ലേ ഉള്ളൂ അവർ സഹായിക്കാൻ? ഇല്ല, വന്ന കടം കയറി മൂത്ത മോന്റെ വീട് കത്തിക്കൊണ്ടിരിക്ക. ഇതിന്റെ കഴുക്കോൽ ഊരി എടുത്തോണ്ട് പോയി വഴിപിടിച്ച മോൾക്ക് കൊടുക്കാനും വന്നിരിക്കണേ. എന്താ തറവാട്ട് സ്വത്ത് ഭാഗം വെച്ചപ്പോ ഒളിച്ചോടിപ്പോയ മോൾക്ക് മാത്രല്ല മൂത്ത മോനൊന്നും കൊടുത്തില്ല. അതെന്താ പറയാത്തത്? തലയിരിക്കുമ്പോ വാലാട്ടല്ലടി. മുതലാളി സമ്മതിച്ചാലും പട്ട് സമ്മതിക്കില്ലെന്ന് പറഞ്ഞ പോലെ ആയില്ല. വേണ്ടുന്നതും വേണ്ടാത്തതും പറഞ്ഞു പിടിപ്പിച്ച് എന്റെ മോനെ പറിച്ചെടുത്തോണ്ട് പോയ നീ അല്ലേടി. പറിച്ചെടുത്ത് കൊണ്ടുപോയെങ്കിലേ പൊറുതിമുട്ടിട്ടോ. കെട്ടിക്കൊണ്ടുവന്ന നാളെ മുതൽ നിങ്ങൾ എന്നോട് കാണിച്ച അതിക്രമ സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ. ഈ തള്ളയുടെ ഉപദ്രവം കാരണം 4 വയസ്സായ ബാബു മോനെ കൊണ്ട് പാതിരാത്രി കൊടുത്ത തുണിയാലെ ഇറങ്ങിപ്പോന്നതാ. ഇവിടെ ജീവിക്കാൻ സമ്മതിക്കാലെന്ന് വെച്ചാൽ പിന്നെ വന്നിട്ട് ഈ തള്ള ഇന്ന് രാത്രി ഈ വീട്ടിൽ അന്തി ഇറങ്ങിയാൽ നാളെ രാവിലെ എന്റെ ശവം ഈ വീട്ടത്തെ കിടന്നാടും. എന്നാ പിന്നെ അത് എന്നെ ഒന്ന് കാണണം. 1 മാസം ഈ വീട്ടിൽ താമസിക്കാൻ തന്നെയാ ഞാൻ വന്നിരിക്കണത്. കല്യാണം കഴിച്ച് 10-30 കൊല്ലായിട്ടും നിനക്ക് മറുതേടെ നാ അടക്കാൻ പറ്റില്ലല്ലോടാ. ആണാണെന്ന് പറഞ്ഞ് നടക്കുന്നത് ഒന്ന് നിർത്തുന്നുണ്ടോ? ചങ്കി തീ കൊണ്ട് നടക്കുന്നവരാ ഞാൻ. എന്തിനാ മനസ്സിലെ സൗകര്യം നശിപ്പിക്കാൻ? പോയിക്കോ, എങ്ങോട്ടെങ്കിലും പോയിക്കോ. എനിക്ക് കാണണ്ട, എനിക്ക് കാണണ്ട. ഇല്ല മോനെ, നിന്റെ സമാധാനം നശിപ്പിക്കാൻ അമ്മ നിൽക്കുന്നില്ല. നിന്നെ ഒരു നോക്ക് കാണാനാ വന്നത്. കണ്ടു, സന്തോഷായി. ഇനി അമ്മയ്ക്ക് നിന്നെ ഇങ്ങോട്ട് വന്ന് കാണാൻ പറ്റുമെന്ന് തോന്നണില്ല. നീയോട്ട് അങ്ങോട്ട് വരേയില്ല. അമ്മ ചത്തന്ന് കേട്ടാ പെട്ടിത്തിറക്കി പിടിക്കാനെങ്കിലും വരണേ മക്കളെ. യാത്ര ചോദിക്കാതെ പോക്കുവയിൽ കിളി പടിഞ്ഞാറ് പോയി മറഞ്ഞു. ഒടുവിലൻ നിശബ്ദ സ്വപ്നങ്ങളറിയാതെ ദുഃഖത്തിൻ പുഴ കരഞ്ഞു. പുണ്യബന്ധങ്ങൾ വേർപിരിഞ്ഞു, ജന്മങ്ങൾ വിട പറഞ്ഞു. എന്നെ മറന്നിടല്ലേ, എന്നെ വെറുത്തിടല്ലേ കൺമണി, ഒരു നാളും നീ എന്റെ ജീവനല്ലേ. ജമീല, നീ എന്റെ നമ്മൾ കടയിലോട്ട് പോവുകയാണ്. ബാക്കി വന്നിട്ട് എടുക്കുക. കുത്തിക്കുത്താന വരമ്പ താളെക്കുത്ത് കരിക്കുത്ത്. എന്നെ കയ്യിൽ കിട്ടും. ഞൊട്ടും. കുത്തിക്കുത്താന വരമ്പ താളെക്കുത്ത് കരിക്കുത്ത്. എന്നോടാ കളി.
വേണ്ട. അക്കുത്തിക്കുത്താര ദൈവമേ, എന്താണ് ചീറ്റണത്? വല്ല പാമ്പറ്റാണോ? അയ്യോ, ഇവിടെ അവിടെ എന്തായിരുന്നു? എന്താ? നാളെ കൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യ. എന്താ? എന്റെ മുന്നിൽ നീയാട്, കണ്ണടച്ചാൽ നീയാട്. ജമീല, ജമീല. രണ്ടീസായിട്ട് കാണാനില്ലല്ലോ. ബാക്കി മാപ്പിളയുടെ ചിങ്കടിപ്പിന് നിർത്തിയ ശിങ്കിടിപ്പണി അങ്ങനെയൊക്കെയാണ് പറഞ്ഞ. പറയണ എന്തിനാ? എനിക്കറിയാലോ. എന്നാൽ കേൾക്കുന്നത് മുഴുവൻ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത്. ശരീരപ്രകൃതി കൊണ്ട് ശിങ്കിടിയാണെന്നൊക്കെ തോന്നുമെങ്കിലും കാര്യങ്ങൾ നേരെ മറിച്ച. അങ്ങേർക്ക് ഭയങ്കര പേടിയ കുട്ടി. മൂരിയറക്കുന്നതും പീസ് പീസാക്കി തൂക്കിയെടുത്തുമെല്ലാം ബലവാനായ ഞാനല്ലേ. ഈ രാജപ്പനില്ലെങ്കിൽ അങ്ങേര് കച്ചവടം നിർത്തി വീട്ടിലിരുന്ന് അക്കുത്തിക്കുത്തി കളിക്കും, അറിയാവോ? ആണോ? അല്ല പിന്നെ ബാക്കി മാപ്പിളയുടെ ഇടികളും പിറകെ നടക്കുന്ന ആളാണെന്നാ ഞാൻ വിചാരിച്ചു. അന്ധവിശ്വാസിയാണല്ലേ. ഞാൻ അങ്ങേരുടെ ഇടികൊള്ളം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ എത്ര പ്രാവശ്യം കണ്ടിരിക്കുന്നു നിങ്ങൾ അങ്ങനെ ഇടികൂടെ നിലവിളിക്കുന്നത്. എന്നാൽ ഞാനൊരു സത്യം പറയാം. ആ ഇടികൊള്ളൽ ഒരു ത്യാഗത്തിന്റെ അടയാളമാണ്. കള്ളു കുടിച്ചാൽ ആരുടെങ്കിലും മെക്കെട്ട് കയറണമെന്ന് ആർക്കായാലും ആഗ്രഹം ഉണ്ടാവില്ലേ? ആ നാട്ടുകാരുടെ നേരെ ചെന്താ ആശാന്റെ തടി കേടാകൂല്ലേ? അതുകൊണ്ട് ആശാന്റെ ഇടിയും തല്ലുമല്ല ഞാൻ സന്തോഷത്തോടെ കൊള്ളും. പശുവിന്റെ കടിയും കാക്കയുടെ വിശപ്പുമാണെന്ന് പറഞ്ഞു കേട്ടില്ലേ? ഇല്ല. എന്നാ ഇപ്പൊ കേട്ടോളൂ. പിന്നെ എനിക്ക് നല്ല തടിമിടുക്കുള്ളത് കൊണ്ട് അങ്ങേരുടെ ഇടി എനിക്ക് വെറും മസാജ് ചെയ്തുപോലെയാണ്. ഒരിക്കലുമല്ല, ഉരുക്കാണ് കുട്ടി. ഈ ശരീരം മുഴുവൻ സ്നേഹവും കരുത്തും കുത്തി നിറച്ചിരിക്കുക. എന്നിട്ട് നിങ്ങളൊന്നാണ് കല്യാണം കഴിക്കാത്തത്? പെണ്ണ് കിട്ടാഞ്ഞിട്ടാണ്. ഇനി ഒരു കുടി കൂടെ ഉള്ളൂ. പേരിന്റെ ആദ്യത്തെ അക്ഷരം പറയാം. ജയിലിലുണ്ട്, കുയിലില്ല. അമ്മേ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും മനസ്സിലായില്ല. ഇനി ബുദ്ധിമാനായ ഞാൻ പേര് പറയുന്നില്ല, തൊട്ട് കാണിക്കാം. മനസ്സിലായി മനസ്സിലായി. ഇവിടെ വരുമ്പോഴേക്കേ കാക്ക നോക്കണ പോലെ മതിലിന്റെ മുകളിലൂടെ എത്തി നോക്കണ എനിക്ക് അറിയാം. കാക്കയാ? അപ്പൊ ഞാൻ അത്രയ്ക്ക് സുന്ദരനാണോ? എന്തായാലും മനസ്സിലായല്ലോ, സമാധാനമായി. പിന്നെ ഞാൻ വിളിച്ചതെന്തിനാന്നാ? എന്തിനാ? ഞാനത് എങ്ങനെ പറയണേ? പറയൂന്നേ, നാണക്കാരി. അല്ലെങ്കിൽ വേണ്ട. പിന്നെ നാണം മനുഷ്യനെ കൊതിപ്പിക്കാതെ പറയുന്നേ. പറയട്ടെ, ഞാൻ പറയും. എനിക്ക് എനിക്ക് എനിക്കൊരു 5000 രൂപ തരൂ. 5000 പോയിട്ട് 50 രൂപ കണ്ട കാലം പറഞ്ഞു. ഇത്രയും നാൾ എന്നെ എയറിൽ നിർത്തിയത് കാശ് ചോദിക്കാനായിരുന്നു അല്ലേടി വഞ്ചകി. പെട്ടെന്നൊരാവശ്യം, 1 മാസത്തേക്ക് മതി. 1 കൊല്ലം കഴിഞ്ഞാലും കുഴപ്പമില്ല. എപ്പോ തരും? എപ്പോ വേണം? എത്രയും പെട്ടെന്ന് വേണം. അപ്പൊ മോഷ്ടിക്കേണ്ടി വരും. തരും, തന്നിരിക്കും. കൈ തൊട്ട് സത്യം ചെയ്യണോ, തല തൊട്ട് സത്യം ചെയ്യണോ? കൈ തൊട്ട് സത്യം ചെയ്യണോ, തല തൊട്ട് സത്യം ചെയ്യണോ? കൈ തൊട്ട് സത്യം ചെയ്യണോ, തല തൊട്ട് സത്യം ചെയ്യണോ? കൈ തൊട്ട് എനിക്കൊരു 5000 രൂപ തരൂ, അല്ലെങ്കിൽ എനിക്കൊരു ജീവിതം തരൂ. അതിനാ നീ എത്തിച്ചു നോക്കിയത്? അത് കിട്ടിയാലേ എന്നെ കൊണ്ട് നോക്കാൻ പറ്റൂ. കണ്ടവന്റെ പെണ്ണിന്റെ വായി നോക്കി നിൽക്കുക. പിന്നെ എനിക്ക് സ്വന്തമായി പെണ്ണുണ്ടോ? ആരുടെ പെണ്ണായാലും അത് വളരെ നല്ലൊരു കുട്ടിയാണ്, എനിക്കിഷ്ടം. നിനക്ക് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും പെണ്ണുണ്ടോടാ ഈ നാട്ടില്? എനിക്ക് ലോകത്തെ എല്ലാ പെണ്ണുങ്ങളും ഇഷ്ടം. അത് കല്യാണം കഴിക്കാത്തോട് തോന്നുന്നത്. ആശാനെന്ന് പറയാം, ആശാന്റെ കാര്യം കഴിച്ചല്ലോ. ഒരുത്തിയെ കിട്ടിയ ഈ ലോകത്തുള്ള സകല പെണ്ണുങ്ങളോട് വെറുപ്പായി തോന്നും. ചുമ്മാ പിന്നെന്താ പോകുന്ന ചന്തവേറെ പെടുന്നില്ലേ? ഉണ്ട്. ചൂടാവണത്തിന് ആശാൻ അങ്ങനെ തോന്നി. പിന്നെ എന്തിനാ ചുറ്റിപ്പറ്റി നിൽക്കണേന്ന്? പൊക്കോള, ഒരു കാര്യം പറയാനാ വന്നത്. എന്താ? 10-20 കൊല്ലായി ഞാൻ ആശാന്റെ കൂടെ നയൽ പോലെ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്. ആശാൻ എന്ത് ചെയ്താലും അതെനിക്ക് ശരിയാ. പക്ഷേ നീ കാര്യം പറഞ്ഞത് വട്ടം ചുറ്റാതെ പറയാൻ തന്നെയാ വന്നത്. ഇന്നലെ ആശാന്റെ അമ്മയെ ഇവിടെ ഇറക്കി വിട്ടല്ലേ? എന്നിട്ട് അമ്മ വീട്ടിലേക്ക് എത്തിയോന്ന് അന്വേഷിച്ചോ? ഒരു ചെറിയ മഴയത്ത് നനഞ്ഞൊരിച്ച് വിറച്ച് പോണത് കണ്ട് ഒരു വണ്ടിയും വിളിച്ച് ഞാൻ പുറകെ ചെന്നു.
അമ്മ വണ്ടി കയറിയില്ല ആശാനെ. മഴ നനഞ്ഞടക്കുമ്പോ കരയണത് ആരും കാണില്ലെന്നാ പറഞ്ഞത്. ആ പോക്ക് അമ്മ വീട്ടിലേക്ക് എത്തിയില്ല. മുറ്റത്ത് വീണ് കിടന്ന അമ്മയെ കുറെ കഴിഞ്ഞ അവര് കണ്ടത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അല്പം സീരിയസ് ആണെന്നാ കേട്ടത്. പ്രാണികളുടെ ശാപം തലയെ കയറ്റി നടക്കണവരാ നമ്മള്. പിന്നെ അതിന്റെ കൂടെ അമ്മയുടെ ശാപം കൂടി വലിച്ചു വെച്ചോ. ദേ നൊന്ത് പറ്റ തള്ളയുടെ മനസ്സ് കരിഞ്ഞ ആ ശാപം ഏറ്റ 7 ജന്മം ഗതി കിട്ടില്ല. താനാണോ വർക്കി? അതെ. എന്താ തന്റെ പണി? ചന്തയിൽ ഇറച്ചി കച്ചവടാ. ഓഹോ, കശാപ്പുകാരനാണല്ലേ. തന്റെ മൃഗങ്ങളെ കൊല്ലും, മകൻ മനുഷ്യരെ കൊല്ലും അല്ലടോ? എന്താ എന്താ സാർ പ്രശ്നം? തന്റെ മകൻ ഇവിടെ? ബാബു അകത്തുണ്ട്. വിളിക്ക്. ബാബു, ബാബു ഇങ്ങോട്ട് മാറിക്കണ. എന്താ എന്താ കാര്യം പറയണം. തന്റെ മകന്റെ പേരിൽ ഒരു അറസ്റ്റ് വാറണ്ട്. ബാബു അല്പം ഗുണ്ടായി നമുക്ക് കയ്യിലുണ്ട്. ഞാനിവരെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് കയ്യിൽ കിട്ടിയത്. പക്ഷേ ഇത് സംഗതി അല്പം സീരിയസാ. കൊലക്കേസാ. ചന്തയിൽ തമ്പടിച്ചിരുന്ന നാടോടിക്കൂട്ടത്തിലെ പെണ്ണിനെ ബലാത്സംഗം ചെയ്യാനുള്ള ശ്രമത്തിനിടയിൽ 1.5 വയസ്സായി അവരുടെ കുഞ്ഞ് ഇവന്റെ ചവിട്ടേറ്റ് മരിച്ചു. എന്റെ മോനത് ചെയ്യില്ല. നിങ്ങൾക്ക് ആളെ തെറ്റിയതായിരിക്കും. എനിക്ക് ആളെ തെറ്റിയിട്ടൊന്നുമില്ല. മോനോട് തന്നെ ചോദിക്കേ. പറഞ്ഞില്ലെങ്കിൽ ഞാൻ തന്നെ പറയിപ്പിക്കാം. ബാബു, ഞാൻ ഈ കേട്ട സത്യമാണോ? അപ്പച്ച, ഞാൻ പറയണ. എനിക്കൊരു അബദ്ധം പറ്റിയതാ. അറിയാതെ നാടോടികളെ തപ്പി ചെന്ന് കയറുന്ന അറിയാതെയാണോടാ? അവരെ പെണ്ണിനെ കയറി പിടിച്ചത് അറിയാതെയാണോടാ? ഉറങ്ങിക്കയറുന്ന കുഞ്ഞിനെ ചവിട്ടിക്കുന്നത് അറിയാതെയാണോടാ? എന്റെ പുള്ളി അടച്ച ഞാൻ എന്താണ് ഈ കേക്കണേ? കേട്ടില്ലേ? നമ്മൾ എന്തിനാ ജീവിക്കണേ? പാപം ചെയ്തിട്ടാണ് കർത്താവേ. ഇല്ല, എനിക്കിങ്ങനൊരു മോനില്ല. കൊണ്ടുപോയിക്കോ. ഇവ കുറ്റവാളിയാ, മഹാപാതകം ചെയ്തവനാ. ഇത്രയും നാൾ തീറ്റിപ്പോറ്റിയ തന്തയുടെ ചങ്കി കത്തി കയറ്റിയവനാ. കൊണ്ടുപോയിക്കോ. കൊണ്ടുപോയി എന്താന്ന് വെച്ചാ ചെയ്തോ. ഇവനെ രക്ഷിക്കാൻ വർക്കി വരില്ല, ആരും വരില്ല. കൊണ്ടുപോയിക്കോ. സൂര്യന്റെ ദുഃഖം വിട പറയുമ്പോൾ അറിയുന്നുവോ? മനസ്സിലെ തേക്കനൽ ചിതയിൽ വീഴും ശലഭജന്മമായി പിടയുന്നുവോ? ശലഭജന്മമായി പിടയുന്നുവോ? എരിയുന്ന സൂര്യന്റെ ദുഃഖം വിട പറയുമ്പോൾ അറിയുന്നുവോ? മനസ്സിലെ തീക്കനൽ ചിതയിൽ വീഴും ശലഭജന്മമായി പിടയുന്നുവോ? ശലഭജന്മമായി പിടയുന്നു